ഇന്നത്തെ പകൽ അവസാനിക്കുമ്പോൾ താരമായി മാറുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അതിനു കാരണം താൻ MLA ആയി അധികാരമേറ്റ പാലക്കാട്ടെ BJPയുടെ അഴിഞ്ഞാട്ടത്തെ ഒറ്റയടിക്കില്ലാതാക്കാൻ മാങ്കൂട്ടത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വനിതാ പോലീസിനെ കഴിഞ്ഞ ദിവസം ഒരു RSSകാരൻ കയറിപ്പിടിച്ചു, എന്നിട്ട് നിങ്ങൾ കേസെടുത്തോ എന്ന് ചോദിച്ച് തനിക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്ന വനിതാ പോലീസിനെയും കൂട്ടരെയും ഒറ്റയടിക്കിരുത്തുകയായിരുന്നു മാങ്കൂട്ടം. എന്തായാലും പാലക്കാട്ടെ BJP ഭരിക്കുന്ന നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന അതീവ നാടകീയമായ രംഗങ്ങളൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ഒരു BJPക്കാരൻ മോശമായിട്ട് കയറിപ്പിടിച്ചു. നിങ്ങൾ കേസെടുത്തോ? RSS ശരി, ഒന്നും പറയില്ല. കേരള പോലീസിനോട് ഒന്നും പറയില്ല. പരാതിയില്ല എങ്കിൽ കേരള പോലീസിന് ഒന്നും പറയില്ല. നിങ്ങൾ RSSന് ടൗൺ ഇങ്ങനെ വിട്ടുകൊടുക്കല്ലേ? എന്റെ അനുവാദമില്ല തന്നെ അറസ്റ്റ് കൊണ്ട് പോകും. RSSനെതിരായിട്ട് വെയിലത്ത് നിന്ന് നമുക്ക് രണ്ടുപേർക്കും പോരാടാം. നിങ്ങളോടൊന്നും ഞങ്ങൾ ഞാൻ CIയോട് എന്താ പറഞ്ഞത്, ഞങ്ങൾ ഇതിന് ബാക്കി നിയമപരമായി നേരിട്ടോളാം. ഞങ്ങൾ കോലം കത്തിക്കാൻ വന്നു, കോലം കത്തിച്ച് പോവുകയാണെന്ന് പറയുമ്പോൾ ആ സമരം ഇവിടെ അവസാനിച്ചല്ലോ. പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത്? നിങ്ങളുടെ അനുവാദത്തോടെ ലീഡർഷിപ്പ് അല്ല കയറിയത്. നിങ്ങളുടെ അനുവാദത്തോടെ ലീഡർഷിപ്പ് കൗൺസിലർമാർ അല്ല. നിങ്ങളൊരു കാര്യം നിങ്ങൾ എങ്ങനെ RSSന് പ്രൊട്ടക്ഷൻ നിൽക്കല്? എങ്ങനെ RSSന് പ്രൊട്ടക്ഷൻ നിൽക്കല്? ഇവിടെ അവർ കാണിക്കുന്ന എല്ലാ വാസങ്ങളും പ്രൊട്ടക്ഷൻ നിൽക്കില്ല. നിങ്ങളിങ്ങനെ പ്രൊട്ടക്ഷൻ നിൽക്കല്ലേ? എല്ലാ അല്ല ഞാൻ പ്രവർത്തകനാണ്. എന്നെ അത് പഠിപ്പിക്കണ്ട. ഞാൻ സാധാരണ പ്രവർത്തകനാണ്. ഞാൻ അടികൊണ്ടും ജയിലിൽ പോയി വന്ന സാധാരണ പ്രവർത്തകനാണ്. മേഡം എന്നെ അങ്ങനെ നേതാവ് നോക്കണ്ട. എനിക്ക് അണിയില്ല. ഞാനും അണി തന്നെ. എന്റെ അണികളൊന്നുമല്ല. ഞാനും സാധാരണ പ്രവർത്തകനാണ്. അങ്ങനെയാണെങ്കിൽ CIന്റെ പോയിന്റിലേക്ക് വരും. ഞാൻ CIയോട് പറഞ്ഞല്ലോ സമരം അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ നേതൃവാശി റിമാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച നിങ്ങളുടെ വകുപ്പുണ്ടോ? എന്തായാലും ഉണ്ടോ? ഇവിടെ PDPP ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും പോലീസുകാരന് സീരിയസ് ഹർട്ട് ഉണ്ടോ? എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ? ഏത് പോലീസുകാരനെ കാണില്ല. പരിക്ക് പറ്റിയ പോലീസുകാരനെ പോലീസിനോട് മോശമായിട്ട് പെരുമാറി ഞാൻ പറഞ്ഞത് അനാവശ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ചെയ്തില്ല. ഭിന്നശേഷിക്കാർക്കായി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS നേതാവിന്റെ പേര് നൽകുന്നതിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. RSS നേതാവ് ഹെഡ്ഖേവാറിന്റെ പേരിടാൻ സമ്മതിക്കില്ലെന്ന് കാണിച്ചായിരുന്നു പ്രതിഷേധം ഇരമ്പിയത്. എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ആരെതിർത്താലും തറക്കല്ലിടുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം കനക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കാനുള്ള BJPയുടെ ശ്രമമാണ് പാലക്കാട് നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടം രംഗത്തു വന്നത്. സമരത്തിന് നേതൃത്വം നൽകിയത് താനാണെന്നും തന്നെയും അറസ്റ്റ് ചെയ്യണമെന്നും മാങ്കൂട്ടം ആവശ്യപ്പെടുകയും ചെയ്തു.